ശബരിമല നെയ് ക്രമക്കേടിൽ PS പ്രശാന്തും അജികുമാറും PS പ്രശാന്ത് മുൻ ദേവസ്വം പ്രസിഡന്റാണ്. അജികുമാർ അതേ ബോർഡിലെ മെമ്പറുമായിരുന്നു. ഇവർക്ക് അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്ന് FIR. ഇരുവരും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുവാദം നൽകി. ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി. മിൽമയ്ക്കും കരാർ നൽകിയത് ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ചാണെന്നും FIR-ൽ പറയുന്നു. വിവരങ്ങളുമായി KV ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാമപ്രസാദെ, ഇപ്പോൾ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിൽ അഴിക്കുള്ളിലായിരിക്കുകയാണ് ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രശാന്തും അതേപോലെ തന്നെ ബോർഡ് അംഗമായിരുന്ന അജികുമാർ. ഇപ്പോൾ അവർക്കെതിരെയാണ് ഈ ശബരിമലയിലെ നെയ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തൽ. അതായത് അവർ കൃത്യമായി ഇതിന് നഷ്ടമുണ്ടാക്കി, ദേവസ്വം ബോർഡിന് നഷ്ടമുണ്ടാക്കി. അത് 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ്. നഷ്ടമുണ്ടാക്കി എന്നുള്ളതല്ലല്ലോ, ആ പണം ആരിലേക്കൊക്കെ പോയി എന്നുള്ള അന്വേഷണമാണ് ഇനിയും വരേണ്ടത്. എന്തായാലും ഈ FIR-ൽ ഈ 2 പേർക്കെതിരെ ഗുരുതരമായ ആരോപണമാണല്ലോ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ ശ്യാമപ്രസാദ്. വിനോദ്, ശബരിമല കട്ടളപ്പാളി കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ഒപ്പം തന്നെ മുൻ ബോർഡംഗം കൂടിയായ അജികുമാർ എന്നിവർക്കെതിരെയാണ് വീണ്ടും കുരുക്കുമുറുകിയിരിക്കുന്നത്. ശബരിമല നെയ്ക്രമക്കേടിലാണ് നിലവിൽ കുരുക്കുമുറുകിയിരിക്കുന്നത്. ഈ PS പ്രശാന്ത് നെയ്ക്രമക്കേടിൽ 1-ാം പ്രതിയായും ഒപ്പം തന്നെ മുൻ ബോർഡംഗമായ അജികുമാർ 2-ാം പ്രതിയായും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അന്തരിച്ച മുരാരി ബാബു 3-ാം പ്രതിയുമായിട്ടാണ് വിജിലൻസിൻ്റെ FIR ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. ഇതിന് പിന്നാലെയാണ് വിജിലൻസിൻ്റെ FIR വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. അതായത് അന്യായമായ ലാഭമുണ്ടാക്കാൻ വേണ്ടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്ത് ഇത്തരത്തിൽ ഈ നെയ്ക്രമക്കേടുമായി ബന്ധപ്പെട്ട് തിരിമറി നടത്തിയിരിക്കുന്നുള്ള വിവരങ്ങളാണ് FIR-ൽ വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ 2.27 കോടി രൂപയുടെ തിരിമറിയാണ് ഇതിൽ നടന്നിരിക്കുന്നതുമാണ് വിജിലൻസ് FIR-ൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഒപ്പം ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബു അന്നത്തെ ഭരണസമിതിയായ പ്രശാന്തിൻ്റെ ഭരണസമിതിക്ക് മുമ്പാകെ ഫയലുകൾ നീക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളോ ഒന്നും തന്നെ കൂടിയാലോചനകളോ നടത്താതെയായിരുന്നു ഇത്തരത്തിൽ മിൽമയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നെയ്യ് വാങ്ങാനായിട്ടുള്ള അനുമതിക്കായി PS പ്രശാന്തിൻ്റെ ഭരണസമിതിക്ക് മുൻപാകെ ഫയൽ നീക്കിയതെന്നുള്ള കാര്യവും വിജിലൻസ് FIR-ൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ശാസ്ത്രീയമായ ഒരു പരിശോധനകളൊന്നും ഇല്ലാതെയാണ് മുരാരി ബാബു ഈ ഫയൽ അന്നത്തെ ബോർഡ് പ്രസിഡന്റ് കൂടിയായ PS പ്രശാന്തിൻ്റെ മുന്നിലേക്ക് ഇന്ന് എത്തിച്ചതെന്നാണ് പ്രധാനമായും FIR-ൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകളെല്ലാം തന്നെ വരും ദിവസം ഉണ്ടാകും. ജയിലിൽ കഴിയുന്ന PS പ്രശാന്തിനെ നേരിട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. ജയിൽ സൂപ്രണ്ടിന് ഇത് സംബന്ധിച്ച കത്ത് നൽകാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ശാസ്ത്രീയമായ പരിശോധനകളൊന്നും തന്നെ ഇല്ലാതെയാണ് മിൽമയിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നെയ്യ് വാങ്ങി. അത് ഇത്തരത്തിൽ ആസൂത്രിതമായൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ FIR-ൽ പുറത്തുവരുന്ന വിവരങ്ങൾ. വിനോദ്, വ്യക്തമാണ്. ശബരിമലയിലെ നെയ്യ് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ FIR അതിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പ്രശാന്തിനും അതേപോലെ തന്നെ ബോർഡ് അംഗം അജികുമാറിനും ഇക്കാര്യത്തിൽ കൃത്യമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ കുറ്റക്കാരാണ് എന്നുള്ള തരത്തിലാണ് FIR-ൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്യാമപ്രസാദ്.